അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ താരീഖിൻ്റെ ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ മൂസാ നബിയുടെ പ്രബോധനവും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ബനൂ ഇസ്രായേലിയർക്ക് ഏൽക്കേണ്ടി വന്ന ഒരുപാട് പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി അടുത്ത 31 അൽ മുജാഅത്തു, വിശപ്പുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ولما طغى فرعون وأسرف في الغفلة والعناد وأراد الله ينبهه. ولما طغى فرعون ആക്രമിച്ചപ്പോൾ, ഫിർഔൻ അക്രമം പ്രവർത്തിച്ചപ്പോൾ, അവനിങ്ങനെ മറ്റുള്ള ബനി ഇസ്രായേലിയരെ ഇങ്ങനെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തുകയാണ്. അങ്ങനെ അവൻ ജനങ്ങളെ ആക്രമിച്ചപ്പോൾ വഅസ്റഫ ഫിൽ ഗഫലത്തി, അശ്രദ്ധയിൽ പരിധി വിട്ടപ്പോൾ, അസ്റഫ പരിധി വിട്ട് പ്രവർത്തിച്ചപ്പോൾ, ഫിൽ ഗഫലത്തി അവൻ്റെ അശ്രദ്ധതയിലും, വലൈനാദി പോരിലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു, അയ്യുനബ്ബിഹു അവനെ ഒന്ന് ഉണർത്താൻ ഉദ്ദേശിച്ചു. നബ്ബഹു യുനബ്ബിഹു ഉണർത്തുക. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല ലാ യറല്ലാ അല്ലാഹു തൃപ്തിപ്പെടുന്നില്ല ലി ഇബാദിഹി തൻ്റെ അടിമകൾക്ക് അൽ കുഫ്ര സത്യനിഷേധത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലാ യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അൽ ഫസാദ് ഉണ്ടാകലിനെ ഫിൽ അർളി ഭൂമിയിൽ ഫസാദ് ഉണ്ടാകലിനെയും അടിമകൾ കുഫ്രിയത്തിലേക്ക് പോകുന്നതിനെയും അള്ളാഹു ഒരിക്കലും എന്താകുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. വക്കാന ഫിർഔനു ബലീദൻ ജിദ്ദ, വക്കാന ഫിർഔനായിരുന്നു ബലീദൻ പൊട്ടനായിരുന്നു, ജിദ്ദൻ വളരെയധികം വിഡ്ഢിയായിരുന്നു. ളാഅത്ത് ഫീഹി അവനിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അൽ ഹിക്മത്തു തന്ത്രം പ്രയോഗിക്കലും, വൽ മൗഇദത്തു ഉപദേശവും. അപ്പോൾ അവനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല എന്നർത്ഥം. ഉപദേശവും ഹിക്മത്തും അവനിൽ വെറുതെ ആണെന്ന് പറഞ്ഞാൽ അവൻ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? വൽ ഹിമാറു, കാരണം കഴുത, ലായത്തനബ്ബഹു തയുറബ അതിനെ അടിക്കപ്പെടുന്നത് വരെ അതിന് ബോധം ഉണ്ടാവില്ല. കഴുതൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പോത്ത് കിടക്കുകയാണെങ്കിൽ വട്ടിയെടുത്ത് വെച്ചാൽ ചിലപ്പോൾ നീച്ചുള്ളൂ അല്ലേ. അപ്പോൾ കഴുത അതിനെ അടിക്കപ്പെടുന്നത് വരെ അതിനൊരു ബോധവും ഉണ്ടാവില്ല. ഫറാദല്ലാ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു അയ്യുനബ്ബിഹു ഈ ഫിർഔനെ ഒന്ന് ഉണർത്താൻ, അവർക്കൊരു ബോധം കൊടുക്കാൻ ഉദ്ദേശിച്ചു. മിസ്ർ ബിലാദുൻ മുഖ്സിബത്തുൻ ഖളറാഉ, മിസ്ർ എന്ന് പറയുന്ന നാട്, ബിലാദുൻ അതൊരു നാടാണ്, മുഖ്ബിസത്തുൻ അത് നല്ല ക്ഷേമമുള്ള നല്ല പച്ചപ്പുള്ള നാട്, ഖളറ എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ള, മുഖ്സിബത്ത് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷേമമുള്ള നാടാണ്, ഐശ്വര്യമുള്ള നാടാണ്. ബിലാദുൽ ഖൈറാത്തി എല്ലാ നന്മയുടെയും നാടാണ്. വൽ അസ്മാരി പഴങ്ങളുടെ നാടാണ്. ബിലാദുൽ ഹുബൂബി ധാന്യങ്ങളുടെ നാടാണ്. ഹബ്ബുൻ ജമ ഹുബൂബ് ധാന്യങ്ങൾ, അരി ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾ, അസ്മാർ പഴങ്ങൾ, സമറും ജമ, ഖൈറാത്ത് നന്മകൾ, ഇതിൻ്റെയൊക്കെ നാടാണ് മിസ്ർ. ഒക്കെ അത് അലിംതും നിശ്ചയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു പോയതാണ്. കൈഫ അൻജദത് മിസ്ർ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ബിലാദൻ ബഈദത്തൻ വിദൂരത്തുള്ള നാടുകളെപ്പോലും, അയ്യാമൽ മജാഅത്തി വിശപ്പിൻ്റെ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ മിസ്ർ വിദൂരത്തുള്ള നാടുകളെപ്പോലും രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിഹദി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ മിസ്ർ ഇതിനെ രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ എന്തായിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വകൈഫ എങ്ങനെയാണ് അൻജദത്ത് മിസ്ർ രക്ഷപ്പെടുത്തിയത് അഹ്ല ഷാമി ഷാമേരെ, വാഹിൽ കൻആനിലെ ആളുകളെയും, ഇപ്പോൾ ഷാമിലെ ആളുകളെയും കൻആനിലെ ആളുകളെയും ഒക്കെ എങ്ങനെയാണ് ഈ മിസ്ർ രക്ഷപ്പെടുത്തിയത്? അന്ന് എല്ലായിടത്തും ദാരിദ്ര്യവും വിശപ്പുമായി ഇവരാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതൊക്കെ. വന്നയിലു നെയിൽ നദിയാണ്, ഹുവല്ലദി ആ നെയിൽ നദിയാണ് യർവി അർള മിസ്ര മിസ്റിലെ ഭൂമിയെ മൊത്തം നനക്കുന്നത്, മിസ്റിൻ്റെ ഭൂമിയെ മൊത്തം നനക്കുന്നത് ഏതാണ്? ഈ നെയിൽ നദിയാണ്. വയസ്ഖി സുറൂഅഹും വയസ്ഖി അവരാണ് നനക്കുന്നത്, സുറൂഅഹും അവരുടെ കൃഷിയിടങ്ങളെ. വഹുവ ആ നെയിൽ നദിയാണ് മംബഉ സഅദത്തി വിജയത്തിൻ്റെ ഉറവിടം. മംബഅ മനാബിഅ ജമ്മ് ഉറവിടം എന്നർത്ഥം. മംബഉ സഅദത്തി വൽ ഖൈർ വിജയത്തിൻ്റെയും നന്മയുടെയും ഉറവിടം. ഫി മിസ്ര മിസ്റിലെ ഉറവിടം അതാണ്. വക്കാന ഫിർഔനായിരുന്നു അഹ്ലു മിസ്ര മിസ്റിലെ ആളുകളുമായിരുന്നു യളുന്നൂൻ അവർ വിചാരിച്ചിരുന്നത് അന്ന നെയിൽ നദിയാണ് ഹുവ മിഫ്താഹു റിസ്ഖി അവിടെ ഭക്ഷണത്തിൻ്റെ താക്കോൽ. മിഫ്താഹിലെ മഫാത്തിഹ് ജമ്മ് ഭക്ഷണത്തിൻ്റെ താക്കോൽ അത് നെയിൽ നദിയാണ് എന്ന് അവരൊക്കെ വിചാരിച്ചിരുന്നു. അന്ന മിസ്ര ഗനിയ്യത്തും ബിന്നൈൽ
മാത്രമല്ല അന്നൽ മിസ്ര അന്ന മിസ്ര നിശ്ചയം മിസ്ർ ഖനിയത്തുൻ അത് ഐശ്വര്യമാണ്, ബിന്നയിൽ നൈൽ നദിയെ കൊണ്ടത് ഐശ്വര്യമാണ്, അനിൽ മത്തൊലി മഴയെ തൊട്ട് മഴഞ്ഞ് വർഷിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നൈൽ നദി ഉണ്ടായതുകൊണ്ട് മഴയില്ലെങ്കിലും അത് ഐശ്വര്യമാണ്. അൻകുല്ലി ഷെയ് മറ്റുള്ള എല്ലാത്തിനെ തൊട്ടും ഈ നൈൽ നദി ഐശ്വര്യമാക്കുന്നുണ്ട് മിസ്റിനെ എന്നവർ വിചാരിച്ചു. വലായ ഇലമൂന പക്ഷെ അവർ മനസ്സിലാക്കിയില്ല, അവർ അറിഞ്ഞില്ല. അന്നല്ലാഹ നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻദഹു അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഫാത്തിഹുർ ഭക്ഷണത്തിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത് എന്ന കാര്യം അവരെന്തായിട്ടില്ല, മനസ്സിലാക്കിയില്ല. വ അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ അള്ളാഹുവാണ് ഭക്ഷണത്തെ വിശാലമാക്കി നൽകുന്നതിന് യശാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. വയഖ്ദിറു അള്ളാഹു കണക്കാക്കി നൽകും. ബസുത്തന്നെ വിശാലമായി തോന നൽകുന്നർത്ഥം, മറ്റേ കണക്കാക്കി നിശ്ചിത കണക്കായിട്ട് മാത്രം കൊടുക്കും, അതൊക്കെ അള്ളാഹു ആണ് ചെയ്യുന്നത് എന്നവർ മനസ്സിലാക്കിയില്ല. അന്നന്നയില നിശ്ചയം നെയിൽ നദി യജ്രി അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ബി അംരി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. വയഗീദു യഫീദു അത് ഒഴുകുക എന്ന് തന്നെ, ഫാദ യഫീദു എന്നാണെങ്കിൽ ഒഴുകുക, അതിൽ ഫാദ യഗീദു എന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് എന്ത് വറ്റുക, ബി അംരി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് വറ്റും, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അത് ഒഴുകുന്നത് എന്നവർ മനസ്സിലാക്കിയില്ല. അമർ അള്ളാഹ് അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു നൈൽ നദിയോട് വെള്ളം വറ്റാൻ കൽപ്പിച്ചു. ഫഗാല മാഉഹു അപ്പോൾ ആ നൈൽ നദിയുടെ വെള്ളമാകെ വറ്റിപ്പോയി. ഗാല അതിൻ്റെ മേൽ പുള്ളി ഗാല എന്നാണ് വറ്റിപ്പോയി. മാഉഹു ആ നൈൽ നദിയിലെ വെള്ളമാകെ വറ്റിപ്പോയി, താണുപോയി എന്നർത്ഥം. വദഹബ ഫിൽ അർദി ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. ഫമാദാ യർവി സുറു അഹ്ലി മിസ്ര ഫമാദ ഏതാണ് യർവി ഇനി നനക്കുക കുടിപ്പിക്കുക സുറു അഹ്ലി മിസ്ര മിസ്രകാരുടെ കൃഷികളെ ഇനി ഏത് സാധനം വന്നിട്ട് കുടിപ്പിക്കാൻ പോണത്, വെള്ളം കുടിപ്പിക്കാൻ കഴിയൂലല്ലോ. നഖസത്തു സമറാത്തുഹും അവരുടെ പഴങ്ങളൊക്കെ കുറഞ്ഞു ചുരുങ്ങി. വ നഖസത്തു ഹുബൂബുഹും അവരുടെ ധാന്യങ്ങളും കുറഞ്ഞു. വജാഅത്ത് മജാഅത്തും ബഅദ മജാഅത്തിൻ ദാരിദ്ര്യത്തിന് ശേഷം ദാരിദ്ര്യം, വിശപ്പിന് ശേഷം വിശപ്പ് അല്ലേ, അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. വ അജസ ഫിർഔൻ അശക്തനായി. വ അജസ ഹാമാനു ഫിർഔന്റെ മന്ത്രിയാവുന്ന ഹാമാനും അശക്തനായി. വ അജസത്ത് സുർത്തത്ത് ഫിർഔനിൻ്റെ പട്ടാളക്കാരും അശക്തരായും. അൻകുല്ലി ഹീല എല്ലാ തന്ത്രങ്ങളെ തൊട്ടും അവർക്ക് ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയോ, ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരൊക്കെ അശക്തരായി പോയി. ഹുനാലിക്ക ഇവിടെ അലിമാഹുൽ മിസ്ർ അപ്പം ഇവിടെ മിസ്രിൻ്റെ ആളുകൾ മനസ്സിലാക്കി അന്ന ഫിർഔന നിശ്ചയം ഫിർഔൻ ലൈസ റബ്ബഹും ഫിർഔൻ അവരുടെ റബ്ബല്ല എന്നവർക്ക് മനസ്സിലായി. അന്ന റിസ്ഖ ബിയദില്ലാഹ് നിശ്ചയം ഭക്ഷണം റിസ്ഖ് എന്നത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നവർ മനസ്സിലാക്കി. വലാകിന്ന ദാലിക ലം യൻഫഅ ഫിർഔന പക്ഷേ ഇതൊന്നും ഫിർഔന് ഒരു ഉപകാരം ചെയ്തില്ല. വലം യൻഫഅ അഹ്ല മിസ്ര മിസ്രിൻ്റെ ആളുകൾക്കും അത് ഉപകാരം ചെയ്തില്ല. വലം യുനബ്ബിഹും അതൊന്നും അവരെ ഒന്നും ഉണർത്തിയില്ല, അതുകൊണ്ടൊന്നും ഒരു ബോധം ഉണ്ടായില്ല എന്നർത്ഥം. വഹാല ഫി ഷൈത്വാൻ കാരണം ഷെയ്ത്താൻ മറയിട്ടു ബൈനഹും അവർക്കിടയിലും ഒബൈനൽ മൗഇദത്തി ഉപദേശത്തിൻ്റെ ഇടയിലും. അപ്പോൾ അവരും ഉപദേശത്തിൻ്റെ ഇടയിലും എന്താണ് ഷെയ്ത്താൻ മറയിട്ടു. വൽഇബ്റത്തി പാഠം ഉൾക്കൊള്ളുന്നതിൻ്റെ ഇടയിലും എന്ത് ചെയ്തു, ഷെയ്ത്താൻ മറയിട്ടു എന്നാണ്. ഖാലു ഹാദിൽ മജാഅതു ഈ ഒരു ദാരിദ്ര്യങ്ങൾ, ഈ ഒരു വിശപ്പുകൾ, വഹാദി സിനൂനു ഈ ദാരിദ്ര്യത്തിൻ്റെ കൊല്ലങ്ങൾ, അത് മിൻ ശുഅ്മി മൂസ വ ഖൗമി മൂസാ നബിയുടെയും മുസ്ലിമീങ്ങളുടെയും അപലക്ഷണമാണ്. ഓലിവിടെ ഉണ്ടായതുകൊണ്ടാണ് ഓലെ എന്താണ് ഗുരുത്തക്കേടെന്നൊക്കെ പറയാൻ നമ്മളെ അവരുടെ അപലക്ഷണം കൊണ്ടാണ് എന്നവരെന്ത് ചെയ്തു പറഞ്ഞു. യാലല്ല ജബ് എന്തൊരത്ഭുതം. അലം യക്കുൻ മൂസ മിൻ ഖബിൽ അലം യക്കുൻ ഉണ്ടായിരുന്നില്ലേ മൂസ നബി മിൻ ഖബിൽ മുമ്പ്. എന്താ മൂസാ നബി അപ്പോൾ പൊട്ടി മുളച്ചതാ? അല്ലല്ലോ, മുമ്പ് മൂസാ നബി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ പോലെ ഇപ്പോൾ മൂസാ നബിക്ക് ഒരു അപലക്ഷണം എന്ന് പറയണത്. അലം യക്കുൻ ബനു ഇസ്രായേലും മുന്തു സമനിൻ ബഈദിൻ ഈ ബനു ഇസ്രായേലും ഒരുപാട് കാലം മുതൽ അവിടെ അല്ലേ. അലം യക്കുൻ ഉണ്ടായിരുന്നില്ലേ ബനു ഇസ്രായേലും മുന്തു സമനിൻ ബഈദിൻ വിദൂരമായ ഒരുപാട് കാലഘട്ടങ്ങളിൽ അവരോട് ഉണ്ടായിരുന്നവരല്ലേ. പിന്നെന്താ ഇപ്പം മാത്രം അങ്ങനെ പറയുന്നതിന് അർത്ഥം. ബൽ എന്നല്ല ദാലിക മിൻ ശുഅ്മി അഅ്മാലിഹിം ദാലിക ഇത് ഈ പറഞ്ഞ സംഗതി മിൻ ശുഅ്മി അഅ്മാലിഹിം അവരുടെ അമലുകൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഈ ആളുകൾ ഫിർഔനും അവൻ്റെ ആളുകളും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അപലക്ഷണമാണ് ഈ പറഞ്ഞ വിശപ്പുകളും ഈ ദാരിദ്ര്യങ്ങളൊക്കെ അവർക്ക് എത്തിയത്. ബൽ ദാലിക മിൻ ശുഅ്മി കുഫ്രിഹിം എന്ന് മാത്രമല്ല അത് അവരുടെ സത്യനിഷേധത്തിൻ്റെ അപലക്ഷണമാണ്. അവർ കുഫ്രിയത്തിലേക്ക് പോയതിൻ്റെ കാരണമാണ് എന്നർത്ഥം. ആനദ ഫിർഔനു വ ഖൗമുഹു പക്ഷേ അവിടെ നിർത്തിയില്ലവർ. ഈ ഫിർഔനും അവൻ്റെ കൗമും ഇപ്പോഴും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും പോരടിച്ചു കൊണ്ടേയിരുന്നു. ആനദ പോരടിക്കുക. അവർ പറഞ്ഞു ഇന്നാ ലാ നഖ്ളഉ ഞങ്ങൾ ഒരിക്കലും വഴിപ്പെടുകയില്ല ലിയാദ സിഹരി
ഈ സിഹറിന് മൂസ കൊണ്ടുവന്ന ഈ സിഹറിന് ഞങ്ങൾ ഒരിക്കലും വഴിപ്പെട്ട് തരില്ല എന്ന് അവരിങ്ങനെ പറഞ്ഞു എന്നാണ്. قالوا അവർ പറഞ്ഞു മമ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഖാലു അവർ പറഞ്ഞു മമ്മാ തഅ്തിനാ ബിഹി നീ കൊണ്ടുവരുമ്പോഴെല്ലാം മിൻ ആയത്തിൻ ദൃഷ്ടാന്തത്തിൽ നിന്നും ലിതസ്ഹറനാ ബിഹാ അതുകൊണ്ട് ഞങ്ങളെ നീ സിഹർ ബാധിച്ചവരാക്കാൻ വേണ്ടി നീ സിഹർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നീ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുമ്പോഴൊക്കെയും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ ഞങ്ങൾ നിന്നെക്കൊണ്ട് വിശ്വസിക്കൂല എന്നവർ പറഞ്ഞു എന്നാണ്. ആര്? ഫിർഔനും ആളുകളും. അപ്പം അവർക്ക് അള്ളാഹു ഉണർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരുടെ കൃഷികളെ കുറച്ചു, പഴങ്ങൾ കുറച്ചു. അപ്പോൾ അവർ അത് ആരെ കാരണമെന്ന് പറഞ്ഞു? മൂസാ നബിൻ്റെ ഇവരും കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇനി അവർക്ക് വേറെ ചില ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുകയാണ്. ഹംസു ആയാത്തിൻ 5 ദൃഷ്ടാന്തങ്ങൾ. വബഅസല്ലാഹു അലൈഹിം ആയത്തൻ ഉഖ്റ മറ്റൊരു ദൃഷ്ടാന്തം കൂടി അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്തു. എന്താണത്? അർസല അലൈഹിമുൽ അംത്വാറ അവർക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു. ഫഫാദൻ നെയിൽ നദി നിറഞ്ഞൊഴുകി. വറ്റിപ്പോയ നെയിൽ നദി മഴ പെയ്തോടുകൂടി ആകെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വാംതരത്തി സമാവു ആകാശത്തിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. വാംതരത്ത് അത് മഴ പെയ്തു. വാംതരത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. മഴ നിൽക്കാതെ മയന്നെ ഹത്ത ഇതുവരെ ഇവരുടെ കൃഷികളും ഇവരുടെ വയലുകളൊക്കെ മുങ്ങിപ്പോയി. വരിയക്കത്ത് മുങ്ങിപ്പോയി. സുറു കൃഷികളും അൽ ഹക്കൂൽ വയലുകളും. വത്തലിഫത്തിൽ ഹുബൂബു വസിമാറു വത്തലിഫത്ത് നശിച്ചു പോയി. കാരണം വെള്ളം കൂടിയാൽ നശിച്ചു പോലോ. നശിച്ചു പോയാൽ ഹുബൂബ് ധാന്യങ്ങൾ വസിമാറു പഴങ്ങളൊക്കെ എന്തായിപ്പോയി? നശിച്ചു പോയി. വആദൽ മത്തറു അലൈഹിം വബാല വആദൽ മത്തറു മഴ മടങ്ങി വന്നു അലൈഹിം അവർക്കെതിരെ വബാലൻ ഒരു വലിയ ഭേമാരിയായിക്കൊണ്ട്. അങ്ങനെ വബൈനമാഹും യശുക്കുന ഖില്ലത്തുൽ മായി ഇദാഹും യശുക്കൂന കസ്റത്തുൽ മായി ഇത്രയും നേരം അല്ലെ വബൈനമാഹും അവർ ആയിക്കൊണ്ടിരുന്നപ്പോൾ യശുക്കൂൻ അവർ പരാതി പറഞ്ഞു ഖില്ലത്തുൽ മായി വെള്ളം കുറവാണ് അല്ലേ. ആദ്യം വെള്ളം വറ്റിച്ചു അല്ല. അപ്പോൾ ഒരു വെള്ളമില്ല നിങ്ങളെ കാരണം കൊണ്ട് വെള്ളമില്ലാതായ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നാണെങ്കിൽ ഇദാഹും ഇപ്പോൾ അവർ യശുക്കൂൻ ഇപ്പോൾ അവർ പരാതി പറയുന്നത് കസ്റത്തുൽ മിയാ വെള്ളം അധികരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി. സുമ്മാ അർസല അലൈഹിമുൽ ജറാദ പിന്നെ അള്ളാഹു രണ്ടാമത്തെ ഒന്ന് മഴ. രണ്ടാമത്തെ ദൃഷ്ടാന്തം അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്താൽ ജറാദ വെട്ടുകിളികളെ. യഅ്കുലുസ്സുറു ആ വെട്ടുകിളികൾ അവരുടെ കൃഷികൾ ഭക്ഷിച്ചു. വൽ ഹുക്കൂൽ അവരുടെ വയലുകളും ചെന്ന് അവിടെയൊക്കെ തിന്നു. വയഖവ്വൽ അസ്ജാരി എല്ലാ മരത്തിൻ്റെ മുകളിലും അത് പോയി നിന്നു. ഫലാ യദറുമിന്നാ ഷൈഅ അവരുടെ കൃഷിയിലും അവരുടെ മരങ്ങളിൽ നിന്ന് ഒന്നും അത് ബാക്കിയാക്കിയില്ല. മുഴുവൻ അതിങ്ങനെ വെട്ടി തിന്ന് തീർത്തു. അജ്സത്ത് ജുനൂദ് ഫിർഔന്റെ സൈന്യങ്ങൾ അശക്തരായ ഷുർത്തത്തു അവരുടെ പോലീസും അൻ ഖിതാൽ ജുന്ദില്ല അള്ളാഹുവിൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന തൊട്ട് ഈ ജറാദിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ സൈന്യം എന്ന് പറഞ്ഞതില്ലേ. അതിനോട് യുദ്ധം ചെയ്യുന്ന തൊട്ട് അവരെന്തായി? അശക്തരായി. അവർക്ക് അതിനോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഓ കൈഫ യുക്കാത്തിലുനഹു കാരണം എന്താ? ഓ കൈഫ എങ്ങനെയാണ് യുക്കാത്തിലുനഹു അവർ ഈ വെട്ടുകളിയോട് ജറാദിനോട് യുദ്ധം ചെയ്യാം. വലായമലു ഫീ സുയൂഫ കാരണം വലായമലു ഒരു പണിയെടുക്കില്ല. ഫീ ഒരു കാര്യം ഉണ്ടാവില്ല. വാളുകൊണ്ട് വെട്ടാൻ പറ്റുമോ? ചെറിയ തുള്ളി കിടക്കുന്ന കിളയിനെ വാളുകൊണ്ട് അതിനെ വെട്ടില്ലേ. അപ്പോൾ ആ വെട്ടുകളികളിൽ വാളൊരിക്കലും അമല് ചെയ്യൂല, പ്രവർത്തിക്കൂല. വലായമലു ഫീ സിഹാമു അമ്പും ഈ വെട്ടുകളിയിൽ ഒരു അമലും ചെയ്യൂല, പ്രവർത്തിക്കൂല. അതായത് വെട്ടിയ അമ്പ ഇത് കൊള്ളൂല എന്നർത്ഥം. ഹുനാലിക്ക ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ അലിമാഹുൽ മിസ്രയ്ക്ക് മനസ്സിലായി ലോഫ ഫിർഔന്റെ അശക്തത. നേരത്തെ അവർക്ക് മനസ്സിലായി ഫിർഔന് അല്ല റബ്ബ് എന്നില്ലേ. ഇപ്പം എന്ത് മനസ്സിലായി? ഫിർഔന്റെ അശക്തത. ഈ ഒരു വെട്ടുകളെ പോലും നശിപ്പിക്കാൻ അവർക്ക് കഴിയൂല എന്നെന്ത് ചെയ്തു അവർക്ക് മനസ്സിലായി. അജസ് ആമാന്റെ അശക്തതയെയും ലോഫ അജസും മുത്രാദിഫ് ഒക്കെല്ലാത്ത ഹീലത്ത് ഷുർത്തത്തി ഇവരുടെ സൈന്യത്തിൻ്റെ തന്ത്രത്തിൻ്റെ കുറവും ഒക്കെ ഇവർക്ക് എന്തായിപ്പോൾ മനസ്സിലായി. ഒരാക്കിൻ്റെവും അതൊക്കെ മനസ്സിലായെങ്കിലും ഫലം എത്തബീർ അവർ പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇതുകൊണ്ടൊന്നും ഇത് ദൈവമുണ്ട് അള്ളാഹ് ചെയ്യുന്ന ഒരു പാഠം ഉൾക്കൊള്ളൽ ഇവർക്കുന്നുണ്ടായില്ല. വലാക്കിനും തനബ്ബഹു അവർക്ക് ഉണർച്ചയുണ്ടായില്ല. ഫബഅസ അല്ലാഹു അലൈഹിം അപ്പോൾ പിന്നെ വീണ്ടും അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്തു ജുന്ദന്നാഹറ അള്ളാഹുവിൻ്റെ മറ്റൊരു സൈന്യം. ദാലിക വൽ ഖുമ്മലു അത് പേനാണ്. പിന്നെ അവർക്ക് അയച്ചു കൊടുത്തത് പേനിനെയാണ്. തസല്ലത്ത അലൈഹിമുൽ ഖുമ്മൽ തസല്ലത്ത അലൈഹിം അവരെ കീഴ്പ്പെടുത്തിയാൽ ഖുമ്മലു ഈ പേനി. ഫൽഇയാദു ബില്ലാഹ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അൽ ഖുമ്മലു ഫിൽ ഫിറാഷ് വിരിപ്പിൽ നോക്കിയ പേനി. അൽ ഖുമ്മലു ഫി സിയാബ് വസ്ത്രത്തിൽ പേനി. അൽ ഖുമ്മലു ഫിൽ റൈസി തലയിൽ പേനി. അൽ ഖുമ്മലു ഫി ഷാരി മുടിയിൽ പേനി. എല്ലായിടത്തും പേനി. ഫതാറനവും അവരുടെ ഉറക്കൊക്കെ പോയി, ഉറക്ക് മാറിപ്പോയിന്നാ. ബാത്തു അവർ രാപ്പാർത്തു. യക്സഊന കുമ്മല
ഈ പേന് പൊട്ടിച്ചുകൊണ്ട്, പേന് നമ്മൾ നഖത്തുമിട്ട് പൊട്ടിക്കില്ല, അതിനെ കസ എന്ന് പറയാം കേട്ടോ. അറബിയിൽ യക്സവനൽ കുമ്മല, അവർ പേനിനെയും കൊന്നുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് അവർ രാപ്പാർത്തു. യസുബൂനോ, ആ പേനിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട്, അത്താ യുസ്ബിഹു, പ്രഭാതമാകുന്നത് വരെ. ഒക്കൈഫ യുക്കാത്തിലൂനവും, എങ്ങനെയാണ് അവരുടെ പേരിനോട് യുദ്ധം ചെയ്യുക? വൽക്കുമ്മലുല തഴമലു ഫീ സുയൂഫ്, കാരണം പേനിൽ വാളുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. തഴമലു ഫീ സിഹാമു വലാ തഴമലു ഫീ സിഹാമു, അമ്പും ഈ പേനിൽ ഒരു അമലും ചെയ്യൂല, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. വലായുഞ്ചിദുഹും ഫീ ദാലിക ജുനൂദുഹും അശുർത്തത്തുഹും, വലായുഞ്ചിദുഹും, അവരെ രക്ഷപ്പെടുത്തിയില്ല, ഫീ ദാലിക, ഈ വിഷയത്തിൽ, ജുനൂദുഹും, അവരുടെ സൈന്യമോ അശുർത്തത്തും, അവരുടെ പോലീസിനോ ഈ കുമ്മലിനെ തടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നർത്ഥം. സുമ്മ ബഅസല്ലാഹു അലൈഹിമുൽ ലഫാദിയ, പിന്നെ അള്ളാഹു അവർക്ക് തവളകളെ അയച്ചു കൊടുത്തു. അപ്പോൾ നാലാമത്തത്, ആദ്യം മഴ, പിന്നെ വെട്ടുകിളി, പിന്നെ പേന്, പിന്നെ ഇതാ നാലാമതായിക്കൊണ്ട് ലഫാദിയ, തവളകളെ അള്ളാഹു അയച്ചു. വഫി ത്വആമി ലഫാദിയുൻ, ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഭക്ഷണം വിളമ്പാൻ വേണ്ടി തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തവളയ്ക്കാരം കഴിയുക. അതാണ് വഫി ത്വആം, ഭക്ഷണത്തിൽ ലഫാദിയു, തവളകൾ. വഫി ഷറാബി ത്വആമിൻ അല്ല ലഫാദിയുൻ, ഇനി ഭക്ഷണത്തിൽ തവള, ഇന്നവർ കുറച്ച് വെള്ളം കുടിച്ചാണ്ട് വെള്ളം കുപ്പിയെടുത്ത് നോക്കിയാൽ അപ്പോൾ അതിലും ഉണ്ടാവും തവള. വബൈന മലാബിസിയും ലഫാദിയുൻ, മറ്റേ ഡ്രസ്സ് എടുത്താൽ ഡ്രസ്സിൻ്റെ ഇടയിലും തവള, ആകെ കുടുങ്ങി. വസഇം, അവർക്ക് മടുത്തു. മിനാദി ലഫാദിയ, ഈ തവളകൾ, ആദി ലഫാദിയ, ഈ തവളകൾ അവർക്ക് മടുത്തുപോയി. തനഗസ് ഐഷും, അവരുടെ ജീവിതം അവർക്ക് വിഷമകരമായി. തനഗസ എന്ന് പറഞ്ഞാൽ വിഷമകരമാവുക, പ്രയാസമായി തീരുക എന്നർത്ഥം. വൻതശരത്തിൽ ലഫാദിയോ, ഈ തവളകളാകെ വ്യാപിച്ചു. ഓ ഫഷത്ത്, അത് വ്യാപിച്ചു, രണ്ടൊരു അർത്ഥം തന്നെ. ഫി ജമീ അൻഹാഇൽ ബൈത്തി, വീടിൻ്റെ എല്ലാ മൂലകളിലും. നാഹിയത്തിന് ജമാ അൻഹ, ഭാഗങ്ങൾ എന്നർത്ഥം. അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതാകെ വ്യാപിച്ചു. തിൽക്ക തനിഖു, അതാ ഇത് അവിടെ അങ്ങനെ ഒച്ചുണ്ടാക്കും. ആദി തസിബുഹുന, ഇത് ഇവിടെ അങ്ങനെ ചാടിക്കളിക്കും. തിൽക്ക, അത് അവിടെ, തഖ്ഫസൂന, അത് അവിടെ ചാടും. രണ്ടൊരേ അർത്ഥം. തസിബു തഖ്ഫിസു, രണ്ടും ചാടുക, തുള്ളുക, തകർത്തും. നക്കനിക്കുക, ശബ്ദം ഉണ്ടാക്കുക. വലായക്കുത്തുലൂന വാഹിദത്തൻ, വലായക്കുത്തുലൂൻ, അവർ കൊല്ലുകയില്ല, വാഹിദത്തൻ, ഒരു തവളയെ, ഇല്ലാവാത്ത അക്ഷറും, 10 വന്നിട്ടല്ലാതെ, ഒന്നിനെ കൊന്ന 10 വേറെ വരും. വലായുഖരിജൂന വാഹിദത്തൻ, ഒന്നിനെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നില്ല, ഇല്ലാവാത്തവർ ഹംസുൻ, 5 അവൻ വീട്ടിൽ വെളിവായിട്ടില്ലാതെ. കന്ന തൂലതു ഫിൽ ബൈത്ത്, ആ വീട്ടിൽ നിന്ന് അത് പെറ്റി പരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അജസത്ത് ഹുറാസു, കാവൽക്കാരൊക്കെ അശക്തരായി. അജസത്ത് ഷുർത്തത്തു, പോലീസുകാരും പട്ടാളക്കാരും അശക്തരായി. അനിൽ ലഫാദിയ, ഈ തവളകൾ തൊട്ട്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വബഅസല്ലാഹു അലൈഹിം ആയത്തൻ ഖാമിസത്തൻ, അങ്ങനെ 5ാമത്തെ ദൃഷ്ടാന്തം അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്തു. ദാലിക വദ്ദമു, അത് രക്തമാണ്. സാലർ റുആഫു മിൻ ആനാഫിഹിം, അവരുടെ മൂക്കുകളിൽ നിന്നും തരിമൂക്ക് പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. റുആഫ്, തരിമൂക്ക് പൊട്ടി രക്തമൊഴുകുക. അവരാകെ അശക്തരായി. അങ്ങനെ രക്തം പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ക്ഷീണിക്കും അല്ലേ. വതായിബു, അവർ ക്ഷീണിച്ചു. ജിദ്ദൻ, വളരെയധികം ക്ഷീണിച്ചു, അവർ ബലഹീനരായി. വഅജസൽ അത്തിബാവു, ഡോക്ടർമാരാകെ അശക്തരായി. അനിൽ ഇലാജി, ചികിത്സിക്കലിനെ തൊട്ട്. അവർക്ക് എന്തോർത്ത് ചികിത്സിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഒരയം ഫവും ദവാഉൻ, അവർക്കൊരു മരുന്നും ഉപകാരപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ കൊറോണൻ്റെ മാതിരി. കുല്ലമാർ ആയത്തൻ, അങ്ങനെ അവർ ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും ഖാലു ലി മൂസ, അവർ മൂസ നബിയോട് പറയും, ഉദ്ഉലന റബ്ബക്, ഉദ്ഉലന, റബ്ബെ നീ ദുആ ചെയ്യണം, ലന, ഞങ്ങൾക്ക് വേണ്ടി, റബ്ബക്, മൂസ നബിയെ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. അയക്ഷിഫ അന്ന, ഞങ്ങളെ തൊട്ട് ഒഴിവാക്കി തരാൻ, ആദൽ ബല, ഈ പരീക്ഷണത്തെ. അപ്പോൾ ഓരോ പരീക്ഷണം വരുമ്പോഴും ഒരു മൂസ നബിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഇങ്ങനെ ആ പരീക്ഷണം ഒഴിവാക്കി തരാൻ വേണ്ടി റബ്ബിനോട് പറയണം. വനത്തൂബ, അങ്ങനെ ഞങ്ങൾ തോബ ചെയ്ത് മടങ്ങും. വനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. വനുർസിലു മാക്ക ബനി ഇസ്രായേൽ, നിങ്ങളുടെ കൂടെ ബനു ഇസ്രായേലിനെ ഞങ്ങൾ പറഞ്ഞയച്ചു തരുകയും ചെയ്യുക എന്നൊക്കെ പറയും. എന്നിട്ട് വലമ്മ കശഫല്ലാഹു അൻഹുൽ ബല, അങ്ങനെ ഓരോ പരീക്ഷണം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമ്പോൾ നക്കസു അഹദോ, അവർ പറഞ്ഞ കരാറും ലംഘിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, മഴൻ്റെ സമയത്ത് പോയി പറഞ്ഞു, മഴ നിർത്തി കൊടുത്തപ്പോൾ അവർ പിന്നെ പറഞ്ഞ വാക്ക് പാലിച്ചു. അവർ രണ്ടാമത്തെ കൊടുത്തു, അപ്പോഴും അവർ അതേപോലെ പോയിട്ട് പറയും. അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്തു നടത്തും. ഫർസൽന അലൈഹിം തൂഫാന, അവർക്കെതിരെ നാം അയച്ചു തൂഫാൻ, വെള്ളപ്പൊക്കം. വൽ ജറാദ, വെട്ടുകിളിയെയും, വൽ കുമ്മല, പേനിനെയും, വദ്ദഫാദിയ, തവളകയും, വദ്ദമ, രക്തത്തെയും, ആയാത്തി മുഫസ്സിലാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിട്ട്. വസ്തക്ബറു, പക്ഷെ അവർ അഹങ്കാരം കാണിച്ചു. വക്കാനു ഖൗമൻ മുജ്രിമീൻ, അവർ ദോഷികളായ സമുദായമായി തീരുകയും ചെയ്തു. എന്നെന്ത് ചെയ്തു? അവർ അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും നോക്കുകയും വേണ്ട രീതിയിൽ അത് പഠിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.